പ്പെട്ട വിദ്യാർത്ഥികളെ, സെറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ 7ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഓപ്പറേഷൻ ഓൺ സെറ്റ്സിനെ കുറിച്ചാണ്. നമ്പേഴ്സിലുള്ള ഓപ്പറേഷൻ നമുക്കറിയില്ലേ, കുറച്ചൊക്കെ നമുക്കറിയാം അല്ലെ. അഡീഷൻ ഒരു ഓപ്പറേഷൻ ആണ് അല്ലെ. പിന്നെ നമ്പേഴ്സിലുള്ള മറ്റൊരു ഓപ്പറേഷൻ എന്താണ്? സബ്ട്രാക്ഷൻ മറ്റൊരു ഓപ്പറേഷൻ ആണ്. ഡിവിഷൻ ഒരു ഓപ്പറേഷൻ ആണ്. മൾട്ടിപ്ലിക്കേഷൻ മറ്റൊരു ഓപ്പറേഷൻ. ഇങ്ങനെ രണ്ട് നമ്പർ തമ്മിൽ ഉള്ള അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഇതൊക്കെയാണ് നമ്പേഴ്സിലുള്ള ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഇതേപോലെ സെറ്റ്സിലുള്ള ഓപ്പറേഷനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തത് യൂണിയൻ ഓഫ് സെറ്റ്. എന്താണ് യൂണിയൻ ഓഫ് സെറ്റ്? ഇപ്പൊ രണ്ട് സെറ്റുകൾ തമ്മിൽ കുറേ ഓപ്പറേഷൻസ് ഉണ്ട്. അതിൽ ഒന്നാമത്തതാണ് യൂണിയൻ ഓഫ് സെറ്റ്. യഥാർത്ഥത്തിൽ യൂണിയൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഒരു അഞ്ചാൾ ഒരു യൂണിയൻ ആവുക എന്ന് പറഞ്ഞാൽ അഞ്ചാൾ ഒരുമിക്കുക എന്നതാണ് അല്ലെ. ഇതേ മീനിങ് തന്നെയാണ് നമ്മൾ യൂണിയൻ കൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത്. ലെറ്റ് എ ആൻഡ് ബി ബി എനി ടു സെറ്റ്. എയും ബി രണ്ട് സെറ്റ് ആണെങ്കിൽ the union of A and B is the set which consists of all the elements of A and all the elements of B. എന്താണ് എയുടെയും ബിയുടെയും യൂണിയൻ എന്ന് പറഞ്ഞാൽ എയിലെയും ബിയിലെയും എല്ലാ എലമെന്റുകളെയും ഒരുമിച്ചെടുക്കാം. പക്ഷെ അങ്ങനെ എടുക്കുമ്പോൾ ചിലപ്പോൾ റെപ്പിറ്റേഷൻ വരും. കാരണം എയിൽ 1 ഉണ്ടായിരിക്കാം, ബിയിൽ 1 ഉണ്ടായിരിക്കാം. അങ്ങനെ ഒരുമിച്ചെടുക്കുമ്പോൾ 2 പ്രാവശ്യം 1 എഴുതേണ്ടതില്ല. അതാണ് പിന്നെ പറയുന്നത് കോമൺ എലമെന്റ്സ് ബീങ് ടേക്കൻ ഓൺലി വൺ എന്നാണ്. അപ്പോൾ വി റൈറ്റ് എ യൂണിയൻ ബി എങ്ങനെയാണ് നൊട്ടേഷൻ? ക്യാപിറ്റൽ യൂന് തുല്യമായ ഒരു ഗ്രീക്ക് സിമ്പിൾ ആണ്. അപ്പൊ അത് വായിക്കേണ്ടത് എ യു ബി എന്നല്ല, അത് വായിക്കേണ്ടത് എ യൂണിയൻ ബി എന്നാണ്. ഓക്കെ, അപ്പൊ എ യൂണിയൻ ബി എന്ന് പറയുന്നതാണ് എയിലുള്ളതും ബിയിലുള്ള എല്ലാ എലമെന്റുകളെയും ഒരുമിച്ചെടുക്കുന്നതിനെയാണ് യൂണിയൻ എന്ന് പറയാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. രണ്ടിലും ഉള്ള സെറ്റ് 2 പ്രാവശ്യം എഴുതണം, 1 പ്രാവശ്യം മതി. ഒരു ഉദാഹരണം നോക്കാം. A is equal to 2, 4, 6, 8. B equal to 6, 8 and 10. അല്ലെ, രണ്ടിനും പൊതുവായിട്ട് 6, 8 അല്ലേ, അത് 2 പ്രാവശ്യം എഴുതണം വേണ്ട. അപ്പോ എയിലുള്ളതും വരണം, ബിയിലുള്ളതും രണ്ടും ഒരുമിച്ചെടുക്കുക. എയിലുള്ളതും ബിയിലുള്ളതും ഒക്കെ ഒറ്റ സെറ്റിലാക്കുന്നതാണ് എ യൂണിയൻ ബി എന്ന്. അപ്പൊ എ യൂണിയൻ ബി എന്താ? എ യൂണിയൻ ബി ഈക്വൽ ടു 2, 4, 6, 8, 9, 10. അവിടെ 6, 8 2 പ്രാവശ്യം കൊടുക്കേണ്ടതില്ല. ഓക്കെ, എപ്പോഴും ഒരു സെറ്റില് ഒരു എലമെന്റ് 1 പ്രാവശ്യം മാത്രമേ കൊടുക്കേണ്ടതുള്ളൂ. മറ്റു എക്സാമ്പിൾ നോക്കാം. A is equal to A E I O U. B equal to say A I U. A യൂണിയൻ ബി എന്താ? A യൂണിയൻ ബി എന്താ? എയിലുള്ളതും വരും, ബിയിലുള്ളത്. അപ്പൊ എന്തൊക്കെ? A E I O U. പിന്നെ ബിയിലുള്ള വരും. ബിയിലുള്ളത് എലമെന്റ് A I U ആണ് അല്ലേ. അപ്പൊ എന്താ കിട്ടിയത്? A യൂണിയൻ ബി ഈക്വൽ ടു A E I O U കിട്ടിയില്ലേ? അതെന്താ? A തന്നെയാണ്. അപ്പൊ A യൂണിയൻ ബി ഈക്വൽ ടു A കിട്ടും. എന്താ കാരണം? അതാണ് അടുത്ത സെറ്റിൽ പറഞ്ഞ നമ്മുടെ ബി എന്ന് പറയുന്ന സെറ്റ്. എന്താണ്? ബിയിലൊക്കെ ഏലല്ലേ, ബിയിലുള്ള എല്ലാ എലമെന്റ് ഏലല്ലേ, അതിനെന്താ പറയാ? ബി സബ്സെറ്റ് ഓഫ് എ എന്നല്ലേ. അപ്പൊ എന്താണ് കണ്ടീഷൻ? ഈ ബി സബ്സെറ്റ് ഓഫ് എ, ബി എന്നത് എയുടെ സബ്സെറ്റ് ആണെങ്കിൽ എ യൂണിയൻ ബി എ കിട്ടും എന്നതാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഒന്നുകൂടി അതിന്റെ ഡെഫിനിഷൻ ക്ലിയർ ചെയ്യാം. എന്താ എ യൂണിയൻ ബി എന്ന് പറയുന്നതാണ്? എ യൂണിയൻ ബി എന്ന് പറയുന്നതാണ് എയിലുള്ളതോ എയിലുള്ളതൊക്കെ പെടൂല്ലേ. ഇനിയോ ബിയിലുള്ളതോ പെടും അല്ലെ. എയിലുണ്ടെങ്കിൽ അത് എന്തിലുണ്ടാവും? അത് എ യൂണിയൻ ബി ഉണ്ടാവും. ബിയിലുണ്ടെങ്കിലോ അതും എയിലുണ്ട്. അപ്പൊ എ യൂണിയൻ ബിയിലുള്ള എലമെന്റ്സിന്റെ പ്രത്യേകത അതൊന്ന് എങ്കിൽ എയിലുണ്ടാവും, അല്ലെങ്കിലോ ബിയിലുണ്ടാവും. എ യൂണിയൻ ബിയിൽ ഏതൊരു എലമെന്റ് എടുത്താലും അതൊന്നെങ്കിൽ എയിലുണ്ട് അല്ലെങ്കിൽ ബിയിലുണ്ട് അല്ലെ. അത് എന്ന് പറഞ്ഞാൽ എയിലോ ബിയിലോ ഉള്ള എല്ലാ എലമെന്റുകളും എ യൂണിയൻ ബി ഉണ്ട്. അപ്പൊ എ യൂണിയൻ ബി എന്ന് പറയുന്ന സെറ്റിനെ സെറ്റ് ബിൽഡർ ഫോമിൽ റെപ്രസെന്റ് ചെയ്ത മെത്തേഡാണ് ഇത്. ഇപ്പൊ എങ്ങനെ പറയാ? എ യൂണിയൻ ബി ഈക്വൽ ടു എന്താണ്? എ യൂണിയൻ ബിയിലുള്ള എലമെന്റ് എക്സിന്റെ പ്രത്യേകത ആ എക്സ് ഒന്നെങ്കിൽ എയിലുള്ളതായിരിക്കും ഓർ അല്ലെങ്കിൽ എക്സ് ബിയിലുണ്ടായിരിക്കും. അപ്പൊ എയിലോ ബിയിലോ എക്സ് ഉണ്ടെങ്കിൽ അത് എ യൂണിയൻ ബിയിൽ ഉണ്ടായിരിക്കും. അപ്പൊ ഇതാണ് സെറ്റ് ബിൽഡർ ഫോമില് എ യൂണിയൻ ബി എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി ഇതിന്റെ വെൻ ഡയഗ്രം നോക്കാം. വെൻ ഡയഗ്രം നോക്കാം. ഇപ്പൊ എ എന്ന് പറയുന്ന സെറ്റ് ഞാൻ വരച്ചു. സർക്കിളിലാണ് എ എന്ന് പറയുന്ന സെറ്റിലെ. ബി എന്നത് മറ്റൊരു സർക്കിൾ വരച്ചു. ഓക്കെ, ഇനി മൊത്തം അതിനെ എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ചതുരത്തിനെയാണ് നമ്മൾ എന്ത് പറയാ? യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയാം അല്ലെ. ഇനി എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ ഏത് ഭാഗം? എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ ഏത് ഭാഗം? എയിലുള്ളത് മാത്രമാണ് എ യൂണിയൻ ബി വരിക? അല്ല. ബിയിലുള്ളത് മാത്രമാണോ എ യൂണിയൻ ബി വരിക? അല്ല. പിന്നെ
രണ്ടും വരുന്ന ഈ ഭാഗം വരും അല്ലേ. അപ്പൊ എ യൂണിയൻ ബി എന്ന് പറഞ്ഞ ഈ ഷെയ്ഡ് ചെയ്ത ഭാഗമാണ്. എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എയിലുള്ളത് പെടും, ബിയിലുള്ളത് വരും, എയിലും ബിയിലും വരുന്ന ഭാഗത്ത് പെടും. ഇതാണ് എ യൂണിയൻ ബിന്റെ വെൻ ഡയഗണൽ റെപ്രസെന്റേഷൻ. ആ മാർക്ക് ചെയ്ത അല്ലെങ്കിൽ ഷെയ്ഡ് ചെയ്ത ഭാഗമാണ് എന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് യൂണിയന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് പഠിക്കണം. ഒന്നാമത്തെ പ്രോപ്പർട്ടിയാണ് കമ്മ്യൂട്ടേറ്റീവ് ലോ. എന്താണ് കമ്മ്യൂട്ടേറ്റീവ് ലോ? കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറഞ്ഞാൽ എ യൂണിയൻ ബി ഈക്വൽ ടു ബി യൂണിയൻ എ. എന്താണ് എ യൂണിയൻ ബിന്റെ എടുത്താലും ബി യൂണിയൻ എ എടുത്ത് ഒരേ ആൻസർ കിട്ടും. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതൊക്കെ എല്ലായിടത്തും സെയിം അല്ലേ. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. നമ്മൾ നമ്പർ സിസ്റ്റത്തിൽ ഒരു ഓപ്പറേഷൻ എടുക്കാം. ഏതാണ്? അഡീഷൻ. അവിടെ അത് കമ്മ്യൂട്ടേറ്റീവ് ആണോ അല്ലേ? ഇപ്പൊ 2+3 പറഞ്ഞാൽ എന്താ? 3+2 ആണ് അല്ലെ. 5+3 എന്ന് പറഞ്ഞാൽ എന്താ? 3+5 ആണ്. എല്ലായിടത്തും സെയിം ഉണ്ടോ? അപ്പൊ എന്താ? അഡീഷൻ ഒരു കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഉള്ള ഒരു ഓപ്പറേഷൻ ആണ് അല്ലെ. ഏത് നമ്പർ ആഡ് ചെയ്താലും a+bയും b+aയും സെയിം ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ തോന്നുന്നു എല്ലായിടത്തും കമ്മ്യൂട്ടേറ്റീവ് ലോ ഉണ്ടാവില്ലേ, എന്തിനത് പ്രത്യേകം പറയുന്നത് ആണോ? അല്ല. എന്നാൽ ഒരു എക്സാമ്പിൾ പറയും. കമ്മ്യൂട്ടേറ്റീവ് ഇല്ലാത്ത ഒരു നമ്പറിലെ ഒരു എക്സാമ്പിൾ. ഏത് ഓപ്പറേഷനാണ് കമ്മ്യൂട്ടേറ്റീവ് ഇല്ലാത്തത്? മൈനസ്. 2 - 3 = 3 - 2 ആണോ? അല്ല. 5 - 3 = 3 - 5 ആണോ? അല്ല. 10 - 2 = 2 - 10 ആണോ? അല്ല. അപ്പൊ മൈനസ് എന്ന് പറയുന്ന ഓപ്പറേഷൻ കമ്മ്യൂട്ടേറ്റീവ് അല്ല. ഇനി മൾട്ടിപ്ലിക്കേഷൻ എന്താ? കമ്മ്യൂട്ടേറ്റീവ് ആണോ അല്ലേ? ആണ്. 2 × 5 = 5 × 2. 3 × 8 = 8 × 3 അല്ലെ. 10 × 2 = 2 × 10. എന്നാൽ ഡിവിഷൻ ആണോ? 10/2 = 2/10 ആണോ? 1/3 = 3/1 ആണോ? അല്ല. അപ്പോ മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ്. ഡിവിഷൻ ആണോ? അല്ല. സബ്ട്രാക്ഷൻ ആണോ? അല്ല. അഡീഷൻ ആണോ? ആണ്. അപ്പൊ നമ്പർ സിസ്റ്റത്തില് അഡീഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ്, മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ്, ഡിവിഷനും സബ്ട്രാക്ഷൻ കമ്മ്യൂട്ടേറ്റീവ്. ഇതേപോലെ സെറ്റിന്റെ ഓപ്പറേഷന്റെ യൂണിയൻ എന്താണ്? കമ്മ്യൂട്ടേറ്റീവ് ആണ്. അഥവാ എ യൂണിയൻ ബി എടുത്താലും ബി യൂണിയൻ എ എടുത്താലും ഒരേ ആൻസർ കിട്ടും. ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ് അസോസിയേറ്റീവ് ലോ. എന്താണ് അസോസിയേറ്റീവ് ലോ? എ യൂണിയൻ ബി, അവിടെ ബ്രാക്കറ്റ് ഉണ്ട്, യൂണിയൻ സി ഈക്വൽ എ യൂണിയൻ ബി യൂണിയൻ സി, അവിടെ ബ്രാക്കറ്റ് ഉണ്ട് അല്ലേ. എന്ന് പറഞ്ഞാൽ ആദ്യം ഓപ്പറേറ്റ് ചെയ്ത് കിട്ടുന്ന വാല്യൂം രണ്ടാമത് ഓപ്പറേറ്റ് ചെയ്ത് കിട്ടുന്ന വാല്യൂം സെയിം ആയിരിക്കുമെന്നാണ് ഇവിടെ പറയുന്നത്. എന്താണ് ഈ ബ്രാക്കറ്റിന്റെ പ്രത്യേകത? ബ്രാക്കറ്റില് മാത്സില് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഓർഡർ ഉണ്ട് അല്ലേ. അഡീഷനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെ ഉണ്ടെങ്കിൽ ആദ്യം ഓപ്പറേറ്റ് ചെയ്യുന്ന മൾട്ടിപ്ലിക്കേഷൻ ആണ്, പിന്നെയാണ് അഡീഷൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ സബ്ട്രാക്ഷനും ഡിവിഷനും മൾട്ടിപ്ലിക്കേഷൻ എല്ലാത്തിനും ഒരു ഓർഡർ ഉണ്ട്. ഇതുപോലെ ആദ്യം ഓപ്പറേറ്റ് ചെയ്യേണ്ടതാണ് ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ആദ്യം ബ്രാക്കറ്റിന് ഉള്ളിലുള്ളത് ഓപ്പറേറ്റ് ചെയ്യണം. അപ്പൊ ആദ്യം നമ്മൾ എ യൂണിയൻ ബി കാണുന്നു, എന്നിട്ട് യൂണിയൻ സി കാണുന്നു. അതാണ് ഒന്നാമത്തെ ഭാഗം. രണ്ടാമത്തത് ബി യൂണിയൻ സി ആദ്യം കാണേണ്ടത്. ബ്രാക്കറ്റിലുള്ള ബി യൂണിയൻ സി ആണ് ആദ്യം കാണേണ്ടത്, എന്നിട്ട് എ യൂണിയൻ ബി യൂണിയൻ സി കാണുന്നു. അപ്പോൾ സെയിം ആൻസർ കിട്ടിയാൽ അത് അസോസിയേറ്റീവ് ആണ്. ഇപ്പൊ പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി നമുക്ക് അഡീഷൻ എടുക്കാം. നമ്പർ സിസ്റ്റത്തിൽ അഡീഷൻ അസോസിയേറ്റീവ് ആണെന്ന് നോക്കാം. 2 + 3 + 4. അപ്പൊ ആദ്യം ഏതായിട്ട് ബ്രാക്കറ്റിനുള്ളിലുള്ള 2 + 3 എത്രയാ? 5. പിന്നെ +4 9. ഇനി ബ്രാക്കറ്റ് തിരിച്ചെടുക്കുക. 2 + 3 + 4. ആദ്യം ആഡ് ചെയ്യേണ്ടതാ 3 + 4 അല്ലേ. അപ്പൊ 3 + 4 എത്ര? 7 ആണ്. 2 + 7 9 ആണ് അല്ലേ. അപ്പൊ എക്സാമ്പിൾ നമുക്ക് ഇത് കിട്ടുന്നത് എല്ലാ എക്സാമ്പിളും കിട്ടുന്നുണ്ട് ഏതില്? അഡീഷൻ. വെറും എക്സാമ്പിൾ കൊണ്ട് മാത്രം തിയറി പറയാൻ പറ്റൂലേ. ഇവിടെ ഞാനൊരു വെരിഫിക്കേഷന് വേണ്ടി എക്സാമ്പിൾ പറഞ്ഞോളൂ. ചുരുക്കി പറഞ്ഞാൽ നമ്പർ സിസ്റ്റത്തിലെ അഡീഷൻ അസോസിയേറ്റീവ് ആണ്. 2 - 3 - 4 അല്ലെ. 2 - 3 - 4 എത്രയാണ്? 2 - 3 ആദ്യം സോൾവ് ചെയ്തു. -1 -1 - 4 എത്ര? -5 അല്ലെ. അടുത്ത 2 - 3 - 4. 3 - 4 ആദ്യം സോൾവ് ചെയ്തു. -1. 2 - -1 എത്ര? 2 + 1 അല്ലെ. 2 - 1 പ്ലസ് അല്ലേ. 2 + 1 3. അപ്പൊ രണ്ടും സെയിം ആണോ? 2 - 3 - 4ഉം 2 - 3 - 4 ഒരു ആൻസർ ആണോ? അല്ല. അപ്പൊ എന്താണ്? അസോസിയേറ്റീവ് ആണ്. അല്ല. അത് സബ്ട്രാക്ഷൻ. നമ്പർ സിസ്റ്റത്തിൽ സബ്ട്രാക്ഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ അസോസിയേറ്റീവ് അല്ല. അഡീഷൻ എന്ന് പറയുന്ന ഓപ്പറേഷനും അസോസിയേറ്റീവ് ആണ് അല്ലെ. ഒരു പെട്ടെന്ന് തിരിയാൻ വേണ്ടി നമ്പർ സിസ്റ്റത്തിൽ 2 എക്സാമ്പിൾ എടുത്ത് ഇത് 2 ഓപ്പറേഷൻ എടുക്കുന്നതാണ്. ഓക്കെ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ യൂണിയൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ എവിടെ? സെറ്റില്. അത് അസോസിയേറ്റീവ് ആണ്. അഥവാ എ യൂണിയൻ ബി ആദ്യം കാണുകയും പിന്നെ യൂണിയൻ സി കണ്ടാലും ബി യൂണിയൻ സി ആദ്യം കാണുകയും എന്നിട്ട് എ യൂണിയൻ ബി യൂണിയൻ സി ഒരേ ആൻസർ ഉള്ളത്. അഥവാ അസോസിയേറ്റീവ്
ഇനി നമുക്ക് മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്താണ്? നൾ സെറ്റും ഏതൊരു സെറ്റിന് യൂണിയൻ എടുത്താൽ എ തന്നെ കിട്ടും. എന്താണ്? നൾ സെറ്റും വേറൊരു ഏതൊരു സെറ്റും യൂണിയൻ എടുത്താൽ അത് തന്നെ കിട്ടും. അപ്പൊ അതിനെ പറയാം ഐഡന്റിറ്റി എന്ന് പറയാം. ഓക്കെ, ഇതാണ് ഐഡന്റിറ്റി. അപ്പോൾ എ യൂണിയൻ നൾ സെറ്റ് ഈക്വൽ ടു എ, ബി യൂണിയൻ നൾ സെറ്റ് ഈക്വൽ ടു ബി, സി യൂണിയൻ നൾ സെറ്റ് ഈക്വൽ ടു സി, ഡി യൂണിയൻ നൾ സെറ്റ് ഈക്വൽ ടു സി എന്ന് പറഞ്ഞാൽ നൾ സെറ്റുമായിട്ട് യൂണിയൻ ഓപ്പറേറ്റർ സെയിം കിട്ടും. അതിനെയാണ് ഐഡന്റിറ്റി. അപ്പോൾ ഫൈ അല്ലെങ്കിൽ നൾ സെറ്റ് ആണ് ഇവിടെ എന്ത്? നൾ സെറ്റ് ആണ് ഇവിടെ ഐഡന്റിറ്റി എലമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് എല്ലാ ഓപ്പറേഷനും ഐഡന്റിറ്റി ഉണ്ടാവും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്പർ സിസ്റ്റത്തിൽ അഡീഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ ഏത് ഐഡന്റിറ്റി? ഐഡന്റിറ്റി ആണ് എന്താ പ്രത്യേകത? ഏത് നമ്പർ എടുത്താലും അതിന്റെ കൂടെ ഏതോ ഒരു നമ്പർ ആഡ് ചെയ്താൽ സെയിം നമ്പർ കിട്ടും. അതായത് 0 അല്ലേ? 2 + 0 2, 3 + 0 3, 5 + 0 5, 10 + 0 10, 20 + 0 20, 30 + 0 30. അപ്പോൾ 0 ആണ് ഐഡന്റിറ്റി. അപ്പൊ ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ ഏതൊരു നമ്പറിനെയും കൂടെ ഐഡന്റിറ്റി എലമെന്റ് ആഡ് ചെയ്താൽ അത് തന്നെ കിട്ടുക. അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ ഐഡന്റിറ്റി ഏതാ? ഏത് നമ്പറിനെയും ഏത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ സെയിം നമ്പർ കിട്ടുക? 1 അല്ലേ? വെരി ഗുഡ്. അല്ലേ? 5 × 1 5, 10 × 1 10, 15 × 1 15, 20 × 1 20. അപ്പോൾ 1 ആണ് ഐഡന്റിറ്റി. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ ഐഡന്റിറ്റി 1, അഡീഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ ഐഡന്റിറ്റി 0. ഇതേപോലെ യൂണിയൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ എടുത്താൽ ഏതൊരു സെറ്റിന്റെയും കൂടെ യൂണിയൻ ഏതെടുത്താലാണ് സെയിം സെറ്റ് കിട്ടുക? നൾ സെറ്റ് ആണ്. അപ്പൊ നൾ സെറ്റ് പറഞ്ഞ പേര് ഐഡന്റിറ്റി. നമ്പർ സിസ്റ്റത്തിൽ അഡീഷൻ ഏത് ഐഡന്റിറ്റി? 0 ഐഡന്റിറ്റി. നമ്പർ സിസ്റ്റത്തിൽ മൾട്ടിപ്ലിക്കേഷൻ ഐഡന്റിറ്റി 1. അതേപോലെ സെറ്റില് യൂണിയൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ എടുത്താൽ ഐഡന്റിറ്റി നൾ സെറ്റ് ആണ്. മറ്റൊന്നാണ് എ യൂണിയൻ എ ഈക്വൽ ടു എ. ഏതൊരു സെറ്റിനും കൂടെ സെയിം സെറ്റ് യൂണിയൻ എടുത്താൽ അത് തന്നെ കിട്ടും. എ യൂണിയൻ എ കിട്ടും. ബി യൂണിയൻ ബി കിട്ടും. സി യൂണിയൻ സി കിട്ടും. ഡി യൂണിയൻ ഡി കിട്ടും. ഇതിന് പറയുന്ന പേരാണ് ഐഡംപോർട്ടന്റ് ലോ. ഒരു സെറ്റ് അതുമായിട്ട് ഓപ്പറേറ്റ് ചെയ്താൽ അത് തന്നെ കിട്ടുന്നതിന് ഐഡംപോർട്ടന്റ് ലോ എന്ന് പറയുന്നത്. മറ്റൊന്നാണ് യൂണിവേഴ്സൽ സെറ്റ്. ആദ്യത്തേത് എന്താണ്? യൂണിവേഴ്സൽ സെറ്റിന്റെ യു ആണ്. രണ്ടാമത്തത് യൂണിയന്റെ ആ സിമ്പിളാണ്. അപ്പോൾ യൂണിവേഴ്സൽ സെറ്റ് യു യൂണിയൻ എ ഈക്വൽ ടു യൂണിവേഴ്സൽ സെറ്റ് കിട്ടും. ഇതാണ് യൂണിവേഴ്സൽ സെറ്റ് യു യൂണിയൻ എ ഈക്വൽ ടു യൂണിവേഴ്സൽ സെറ്റ്. അതിന് ലോ ഓഫ് യു എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയും പ്രോപ്പർട്ടീസ് ഉള്ളത്. ഇതാണ് യൂണിയനെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ നിങ്ങൾ ഇനിയുള്ള കുറച്ച് ഹോംവർക്ക് ഉണ്ട്, അത് നിങ്ങൾ പഠിക്കണം.